ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനാമികയെ കാണിക്കുകയാണ്. അപ്പം അനാമിക അച്ഛനോടെന്ന് പറയണം, അച്ഛാ വാ നമുക്ക് പോകണ്ടേ, പെട്ടെന്നാവട്ടെ, പെട്ടെന്ന് പുറപ്പെടണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മോളെ ഒരു മുൻകരുതലൊക്കെ വേണം. കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അമ്മയാണെങ്കിൽ അച്ഛൻ അടി കിട്ടാൻ സമയമായി. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അവിടെ എപ്പോൾ കയറി ചെന്നാലും ഇങ്ങേർക്കിട്ട് അടി കിട്ടുമല്ലോ, അതാണ് ഇങ്ങേര് പറയാനുള്ള കാരണം. അതെ, കിട്ടും. കാരണം അവർ നമ്മളെ കാണുമ്പോൾ ഓടി വന്ന് കാരണം നോക്കി അല്ലെ വയറ്റ് നോക്കിയൊക്കെ അടിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയല്ലേ മതിയാവുള്ളൂ. അച്ഛാ എന്തൊക്കെ വന്നാലും ആ നിശ്ചയം നടക്കരുത്. പക്ഷേ നമ്മളിത് എങ്ങനെ അറിയുന്നവരറിയില്ലേ. എന്നാലുമേ ആ വക്കീല് മിടുമിടുക്കൻ തന്നെയാ. ആ നന്ദുവിനെയും മനസ്സിൽ കൊണ്ടുകൊണ്ട് നടക്കുകയാണ് ആ വക്കീല്. ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ നന്ദുവിന് എത്രയും പെട്ടെന്ന് ഈ വക്കീലിന് കല്യാണം കഴിക്കാം. അതിനുള്ള തന്ത്രപ്പാടുകൾ മുഴുവനാണ് ആ വക്കീൽ കാണിച്ചു കൂട്ടിയത്. നമ്മളെ വെച്ച് കളിക്കാനായിട്ട് നോക്കിയേ. പക്ഷേ ഇതിൽ വലിയൊരു ചതിയുണ്ടെന്ന് ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത്. അതുകൊണ്ട് അനന്തപുരിയിലേക്ക് ചെന്നിട്ട് ഉടനെ തന്നെ ഈ നിശ്ചയം മുടക്കണം. ഈ നിശ്ചയം മുടക്കിയില്ലെങ്കിൽ ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കാനായിട്ട് പോകുന്നത് അത് നമുക്ക് തന്നെ ആയിരിക്കും. അങ്ങനെ ഏതായാലും നമ്മൾ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാവരുത് മോളെ. അത് പിന്നെ അങ്ങനെയാണല്ലോ അച്ഛാ. അവിടെ ചെല്ലുക, സംസാരിക്കുക, കാര്യങ്ങളെല്ലാം പറയുക, ആ നിശ്ചയം അങ്ങോട്ട് മുടക്കുക. അങ്ങനെ ഇപ്പം അയാൾ സുഖമായിട്ട് വേറൊരു പെണ്ണിനെയും കെട്ടി സുഖമായിട്ട് ജീവിക്കണ്ട, അതിന് ഞാൻ അനുവദിക്കത്തുമില്ല. പക്ഷേ അവൻ അത്ര വലിയ താല്പര്യമുള്ളതുപോലെയൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം നന്ദുവിനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുകയാണല്ലോ അവൻ. അപ്പോൾ പിന്നെ അവൻ എങ്ങനെ അവന്തികയെ കല്യാണം കഴിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതെന്തൊരു മറിമായമാണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ശരി ഇനി ഇവിടെ സംസാരിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല, എത്രയും പെട്ടെന്ന് പോകാൻ നോക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് ഇറങ്ങുക. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയാണ്. അപ്പോൾ അനന്തപുരിയിൽ ഈ തിരുമേനി പൂജകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ അതേ തിരുമേനി ഞങ്ങളോട് ഗർവമൊന്നും തോന്നരുത് കേട്ടോ, പിള്ളേരുടെ ജാതകം ഒന്നും നോക്കിയിട്ടില്ല. പിന്നെ ജാതകം നോക്കാത്തതിൻ്റെ കാരണം ഇവിടുത്തെ കുട്ടിയാണല്ലോ, അതുകൊണ്ടാണ് ജാതകം ഒന്നും നോക്കാതെ ഈ ഒരു കാര്യം തീരുമാനിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചത്. ഇടഞ്ഞപ്പോഴേക്കുമേ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ അനിയുടെ ആദ്യ കല്യാണം നടക്കുമ്പോൾ നിങ്ങൾ ജാതകമൊക്കെ തന്നായിരുന്നു. ആ സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, ഈ ബന്ധങ്ങൾ ഒത്തുപോവില്ല, ഇതിൽ ഒരുപാട് വിള്ളച്ചെല്ലുണ്ടാകുമെന്ന് ഞാൻ ഒരുപാട് പറഞ്ഞതാ. പക്ഷേ അതൊന്നും കേൾക്കാനായിട്ട് ഇദ്ദേഹം തയ്യാറായില്ലല്ലോ. ആ കല്യാണം നടക്കണമെന്നും പറഞ്ഞുകൊണ്ട് നടത്തിച്ചു. ആ പെൺകുട്ടിയെ തനിക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് ബോധിച്ചു എന്നും പറഞ്ഞുകൊണ്ടല്ലേ ആ കല്യാണം നടത്തിയത്. ഇത് കേട്ട മുത്തശ്ശിയാണെങ്കിൽ എൻ്റെ പൊന്നു തിരുമേനി അതിനെന്തോരം എൻ്റെ കുട്ടി അനുഭവിച്ചെന്നറിയാവോ. കള്ളക്കൂട്ടങ്ങളായിരുന്നു. എൻ്റെ കുഞ്ഞിന് ഒരു മനസമാധാനവും ആ പെണ്ണ് കൊടുത്തിട്ടില്ല ഇതുവരെയായിട്ടും. തീർച്ചയായപ്പോഴേക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴേ ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുക. എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് നടക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പിന്നെ ഈ ഒരു ചടങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സമാധാനം ആയല്ലോ, കല്യാണം കഴിയുന്നത് പോലെയാണല്ലോ. ഒരിക്കലുമില്ല. ഒരു മോതിരം വിരലിൽ ചാർത്തിയെന്ന് വിചാരിച്ച് എങ്ങനെയാണ് പകുതി കല്യാണം ആവുന്നത്? അതൊരിക്കലും നടക്കില്ല. പെണ്ണിൻ്റെ കഴുത്തിൽ താലി വീഴണം, എന്നാൽ മാത്രമേ ഈ കല്യാണമാണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോഴേക്കും ഈ ഇതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേ അത് ഞാൻ അമ്മയോട് പറഞ്ഞതാണല്ലോ. വസുന്ധരയോട് പറഞ്ഞാണോ ഈ കാര്യങ്ങളെല്ലാം? അത് പിന്നെ അതെ, ഞാനന്ന് അമ്പലത്തിൽ പോയില്ലായിരുന്നോ, ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അടുത്തും കൂടെ ഒന്ന് കയറിയായിരുന്നു. രണ്ടുപേരുടെയും ജാതകവും ഞാൻ കൊടുത്തായിരുന്നു. ആ സമയത്ത് പ്രശ്നം വെച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് എന്നൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എന്താ തിരുമേനി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ചെറുക്കനെ ഇടഞ്ഞു നിൽക്കുകയാണല്ലോ, അപ്പോൾ ഇത് നടക്കാൻ പല തടസ്സങ്ങളും ഉണ്ടാകും. പക്ഷേ ഇതിൽ പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശൻ, എന്താ വസുന്ധരെ ഇങ്ങനൊരു കാര്യം എന്നോട് പറയാതിരുന്നത്? എന്തിനാ പറയുന്നത്? പറഞ്ഞാലും ഇദ്ദേഹം ഇത് മുൻകൈ എടുത്ത് നടത്തുമല്ലോ, അപ്പം പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് പറയാതിരുന്നത്. ഇനി ചുമ്മാ ഉള്ള മനസ്സമാധാനോട് കളയണ്ടായെന്നൊക്കെ വിചാരിച്ചു, അതുകൊണ്ടാണെന്നൊക്കെ പറയാം. തിരുമേനി ഈ നിശ്ചയം ഏതായാലും നടന്നേ മതിയാവുള്ളൂ. അതിനെന്താന്നേ, നിശ്ചയം നടക്കട്ടെ, അതിനൊരു കുഴപ്പവുമില്ല. ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ തിരുമേനി ആ ഒരു നിശ്ചയം നടത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ നന്ദുവിനെ കാണിക്കുകയാണ്. നന്ദുവിന് ഒരു മനസ്സമാധാനമില്ല. നന്ദു പോലീസ് ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കുക.
ആ സമയത്ത് പോലീസ് ഡ്രൈവർ ചോദിക്കുകയാണ്, എന്തു പറ്റി മേഡം? മേഡം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം മുതൽ ഭയങ്കര ദുഃഖമാണല്ലോ, എന്തു പറ്റി മേഡം എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറ്റിയില്ല. ഓ, അമ്മയായിട്ട് അച്ഛനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ആ, ചെറിയൊരു പ്രശ്നം ഉണ്ടായി. എല്ലാവർക്കും ഒരേപോലെ ഇരിക്കാനായിട്ട് പറ്റില്ലല്ലോ മേഡം. ഞാനൊരു കാര്യം പറയട്ടെ മേഡം, ആ കോളനിയിലെ കഞ്ചാവ് കേസ് പ്രതിയെ പിടിക്കണമെന്ന് പറഞ്ഞല്ലേ, എന്നിട്ട് അങ്ങോട്ട് നമ്മൾ പോയില്ലല്ലോ. അശോ എടോ, എനിക്കേ ഇന്ന് നമുക്ക് വേണ്ടോ, അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാം. എനിക്കിന്നൊരു മനസ്സമാധാനമില്ല, ഒരു സന്തോഷമില്ല, ഒരു ഉഷാറ് കുറവ്. അതുകൊണ്ടേ നല്ല രീതിയിൽ പോയില്ലെങ്കിൽ എനിക്ക് അവരെ പിടിക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആ, ഏതായാലും മേഡം, നമ്മളിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അത് അവരെയൊക്കെ എത്രയും പെട്ടെന്ന് പിടിച്ചില്ലെങ്കിലേ നമുക്കിട്ട് തന്നെ പണി കിട്ടും. പിടിക്കാം, ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് സാവകാശം വേണം. ഏതായാലും നാളെ ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു യാത്ര തുടരുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അവന്തിക നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി പിടിച്ച് താഴത്തേക്ക് ഇറങ്ങി വരിക. അപ്പോൾ അവന്തിക ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആഹാ, സുന്ദരിയായിട്ടാണല്ലോ വന്നിരിക്കുന്നത്, നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലേ, വാ 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 മോളെ വന്നിരിക്കിവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അവന്തികയെ ക്ഷണിച്ച് അങ്ങോട്ട് ഇരുത്തുക. അപ്പോൾ ഈ അവന്തികയ്ക്ക് ഭയങ്കര ഒരു സന്തോഷം. പക്ഷെ അവന്തികയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നവ്യയുടെ മുഖഭാവമൊക്കെ അങ്ങാട് മാറുകയാണ്. നവ്യ വിചാരിക്കുകയാണ്, പക്ഷെ ഇതെന്താണ് ദൈവമേ, ഇതൊന്നും മുടങ്ങി കിട്ടിയാൽ മതിയായിരുന്നല്ലോ, പക്ഷെ ഇതെന്താ ഇത്, ഒരു രക്ഷയില്ലല്ലോ, ഇപ്പം ഇവിടം വരെ എത്തിയല്ലോ, ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കില്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുകയാണ്, എത്രയും പെട്ടെന്ന് ഈ ഒരു നിശ്ചയം നടക്കും, നമ്മളാരെ അറിയിച്ചിട്ടൊന്നുമില്ല. അതിനുശേഷം ഈ നിശ്ചയം നടന്നാൽ ഉടനെ തന്നെ ഡിവോഴ്സ് നടക്കണം, അതിനുശേഷം കല്യാണം നടക്കണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ അതെ, ആ അതല്ല ഇരിക്കട്ടെ നവീൻ വക്കീൽ ഇങ്ങനെ കല്യാണം കഴിക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവോ? ഇനി വക്കീലിൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണ്ടേ? ആ, ഭാഗ്യമുണ്ടെങ്കിൽ ആ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കുക തന്നെ ചെയ്യും. അല്ല, വക്കീലിൻ്റെ പെണ്ണെ ഒരു തൻ്റെടിയാണെന്നാണല്ലോ പറഞ്ഞു കേട്ടത്. പക്ഷേ തൻ്റെടിയായ പെണ്ണുങ്ങളെ വക്കീലിൻ്റെ അമ്മ സ്വീകരിക്കോ? അങ്ങനത്തെ പെണ്ണുങ്ങളെ ഇഷ്ടമല്ലല്ലോ. അപ്പോഴേക്കും തൻ്റെ ആയിട്ടുള്ള പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അവർക്ക് കുറച്ച് അഹങ്കാരം കൂടും. അതുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് കേട്ട ജലജയാണെങ്കിൽ കണ്ടില്ലേ, എൻ്റെ ഒരു മരുമകള് തൻ്റെ ഇടം കൊണ്ട് അങ്ങേ അപ്പുറം നിൽക്കുകയാണ് അവള്. നവ്യക്ക് അത് പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. അപ്പം നവ്യ എടുത്ത് വായിക്കും, ഓഹോ അത് ശരി, അപ്പം ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പറഞ്ഞോ, ഞാൻ പോയിക്കോളാം, എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. ജലജെ, ഏത് സമയത്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല ജലജെ. ഇവിടെ ഒരു നല്ലൊരു ചടങ്ങ് നടക്കാനായിട്ട് പോവല്ലേ, ആ സമയത്ത് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ജലജെ? ഓ, ഞാനൊന്നും പറയുന്നില്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും നീ ഒന്നും പറയണ്ട കൂടുതൽ. അപ്പോൾ നമ്മുടെ അനിയാണെങ്കിൽ കണ്ടോ, അവൻ്റെ പറച്ചിൽ കേട്ടില്ലേ, എൻ്റെ പെണ്ണിനെയും മനസ്സിലിട്ടിട്ടാ അവനീ കിടന്ന് പറയുന്നത്. അപ്പം ഇതേ സമയം തന്നെ നമ്മുടെ ഈ നവീൻ വക്കീലും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഇവരുടെ ഒരു കല്യാണം ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ പെണ്ണിൻ്റെ പിറകെ നടന്ന് ഇവൻ ശല്യം ചെയ്യില്ലായിരുന്നു, എനിക്ക് എൻ്റെ പെണ്ണിനെ സ്വന്തമായിട്ട് കിട്ടും തന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ വക്കീലും വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അനിയാണെങ്കിലും മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുമ്പോൾ, ഇതെന്താടാ അനി, നീ എന്താ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുന്നത്? എടാ ഒന്ന് ചിരിക്കടാ, എടാ നിന്റെ ചടങ്ങല്ലേ ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്, നീ ഇങ്ങനെ മോതയം പിടിപ്പിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത്? എടാ നല്ല സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോഴും അനിയാണെങ്കിൽ അതൊന്നും കാര്യമാക്കാനും നിൽക്കുന്നുമില്ല. അങ്ങനെ ആ പൂജ തുടങ്ങാനുള്ള സമയമായി. എല്ലാവരെയും വിളിക്കുകയാണ്. എല്ലാവരെയും വിളിച്ചു കഴിഞ്ഞപ്പോൾ തിരുമേനി വിളക്കുകളെല്ലാം കത്തിക്കുക. അങ്ങനെ വിളക്കുകളെല്ലാം കത്തിച്ച് ഇങ്ങനെ വെക്കുകയാണ്. വിളക്കുകളെല്ലാം ഇങ്ങനെ കത്തിച്ച് വെച്ച് പൂജകളെല്ലാം തുടങ്ങാൻ ആ സമയത്ത് പെട്ടെന്ന് വിളക്ക് കെട്ടുപോവുക. ആ വിളക്ക് കെട്ടുപോയി കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരും അങ്ങോട്ട് പേടിച്ചു പോയി. എൻ്റെ ദൈവമേ, തിരുമേനി, എന്താ തിരുമേനി ഇത്, വിളക്ക് കെട്ടുപോയല്ലോ തിരുമേനി, ഒരു കാരണവുമില്ലാതെയാണല്ലോ വിളക്ക് കെട്ടുപോയത്. അപ്പോൾ മുത്തശ്ശനൊക്കെ പേടി തോന്നി, ദൈവമേ ഇനി എന്തെങ്കിലും ദുശകുനം ആയിരിക്കോ? അപ്പോൾ തിരുമേനി പറയാണ്, ഇവിടെ ആർക്കോ ഈ നിശ്ചയം നടത്താനായിട്ട് താല്പര്യമില്ല.
അതുകൊണ്ടാണ് ഈ വിളക്ക് കെട്ടുപോയത്. ഇത് കേട്ട അനിക്ക് ഭയങ്കര സന്തോഷം തോന്നുക. അപ്പോൾ ഈ നവ്യ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇതെല്ലാം എൻ്റെ പ്രാർത്ഥന കാരണോ ഈ നിശ്ചയം മുടങ്ങണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അത് ഞാനാണ്. അപ്പോൾ ഈ നിശ്ചയം മുടങ്ങണ്ടേ ദൈവമേ, എങ്ങനെയെങ്കിലും ഈ നിശ്ചയം ഒന്ന് മുടക്കി തരണമേ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ടാണ് നവ്യ ഇങ്ങനെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നത്. ദേവ്യാനി വന്നിട്ട് തിരുമേനിക്ക് ആ വിളക്കം കത്തിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ വിളക്കെല്ലാം കത്തിച്ച് ആ പൂജകളെല്ലാം കിടിലനായിട്ട് നടത്തി. അതിനുശേഷം ഇനി മോതിരമാറ്റ ചടങ്ങ് നടത്തിയാലോ എന്ന് ചോദിക്കുമ്പോൾ ആയിക്കോട്ടെ തിരുമേനി. അങ്ങനെ 2 മോതിരവും പൂജിച്ചതിന് ശേഷം മുത്തശ്ശൻ്റെ കയ്യിലേക്ക് എടുത്ത് കൊടുക്കുക. മുത്തശ്ശൻ്റെ കയ്യിലേക്ക് എടുത്ത് കൊടുത്ത് ഇതിനെ അവരുടെ കയ്യിലേക്ക് കൊടുത്തോളൂ. അങ്ങനെ മുത്തശ്ശൻ പോയി അവന്തിക മോളുടെ കയ്യിലേക്ക് എടുത്ത് കൊടുത്ത് അവന്തിക സന്തോഷത്തോടെ മേടിക്കുക. അനിയുടെ കയ്യിലേക്ക് മോനെ എന്നാ പിടിയടാ. അങ്ങനെ അനിയാണെങ്കിൽ മനസ്സോടു കൂടി തന്നെ ആ മോതിരവും മേടിക്കുക. അങ്ങനെ ആ മോതിരം മേടിച്ച് ശരി ഇനി 2 പേരും പരസ്പരം മോതിര കൈമാറ്റം നടത്തിക്കോളൂ. അപ്പോൾ അവന്തിക മോതിരം പിടിച്ചുകൊണ്ടെങ്കിൽ നിൽക്കണം. എടാ അനി, എടാ കൈ കാണിച്ച് കൊടുക്കടാ അങ്ങോട്ട്. അങ്ങനെ അനിയുടെ കൈ കാണിച്ച് കൊടുക്കുക. അപ്പോൾ ഈ സമയം തന്നെ അനാമികയും ഫാമിലിയും അവിടെ എത്തിക്കഴിഞ്ഞു അനന്തപുരിയുടെ വീടിൻ്റെ മുറ്റത്ത്. അപ്പോൾ ഈ അനാമികയോട് വേണു പറയാണ്, അതെ ഞാൻ 2 പനിയിട്ടിട്ടുണ്ട് ഉള്ളിൽ. അല്ല വയറ്റത്തൊക്കെ വല്ല ഇടി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളാനുള്ള കെൽപ്പ് വേണമല്ലോ. നിങ്ങൾ എന്തിനെങ്ങനെ പേടിക്കുന്നത്? അതെ നീ ആദ്യം സംസാരിച്ചു. അയ്യോ ഞാൻ സംസാരിക്കില്ല. ഞാനെന്തിനാ സംസാരിക്കുന്നത്? എന്നിട്ട് ആ പെണ്ണുപിള്ളമാരുടെ കയ്യിൽ നിന്ന് എനിക്കിട്ട് അടി കിട്ടാനായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. നിങ്ങൾ സംസാരിച്ചാൽ മതി. അല്ല ഇത് ഈ വിഷയമല്ലേ, ഈ വിഷയമാകുമ്പോൾ എന്തിനാണ് ഞാൻ സംസാരിക്കുന്നത്? അതിൻ്റെ വല്ല കാര്യമുണ്ടോ? ഇത് കേട്ട അനാമി കലി വന്നിട്ട് നിങ്ങൾ ആരും സംസാരിക്കണ്ട, ഞാൻ സംസാരിച്ചോളാം. എനിക്കൊരു പേടിയില്ല ആരുടെ മുഖത്ത് നോക്കി സംസാരിക്കാനും. അല്ലെങ്കിലും മോളെ എന്തിനാ പേടിക്കുന്നത്? ഇത് നമ്മളുടെ അവകാശമല്ലേ, ഇത് തടയേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല, വാ കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഈ മോതിരം നമ്മുടെ അനാമിക അനിയുടെ വിരലിലേക്ക് ഇടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് നിർത്ത് എന്നും വിളിച്ചുകൊണ്ടാ ഇവർ 3 പേരും കൂടി കയറി വരുന്നത്. ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ അനന്തപുരിക്കാരൊന്ന് ഞെട്ടിയെങ്കിലും നീ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത്? കൊള്ളാലോ, ഇവിടെ നിശ്ചയം നടത്താനുള്ള പുറപാടാണോ? പക്ഷേ ഒരു കാര്യമുണ്ടല്ലോ സാറേ, ഈ നിശ്ചയം എങ്ങനെ നടത്താനായിട്ട് പറ്റും? പഴയ ബന്ധം നിലനിൽക്കുമ്പോൾ പുതിയ ബന്ധത്തിലെ തുടക്കം കുറിക്കുകയാണോ നിങ്ങൾ? അതൊക്കെ നിയമപരമായി തെറ്റല്ലേ? നിയമങ്ങളൊന്നും അറിയില്ലേ? അല്ലെങ്കിൽ നിയമത്തിന് പിറകെ പോകുന്ന ആൾക്കാരാണല്ലോ നിങ്ങൾ. എന്നിട്ട് നിങ്ങളൊരു ഒളുപ്പില്ലാതെ ചെയ്യുകയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശിക്ക് കലി വരികയാണ്. നീയേ കൂടുതൽ നിയമമൊന്നും പഠിക്കേണ്ട ആവശ്യം, നിന്നെ ആരുടെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? ഇറങ്ങിപ്പോടാ. അങ്ങനെ ഇറങ്ങിപ്പോകാൻ വേണ്ടി വന്നതല്ല മാഡം, ഞങ്ങൾ ഇവിടെ 2ഉം കൽപ്പിച്ച് വേണ്ടി തന്നെ വന്നതാണ്. ഈ നിശ്ചയം ഞങ്ങൾ നടത്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ നിൻ്റെയൊക്കെ അനുവാദം ആർക്ക് വേണം? നീയേ കോടതി വരുമ്പോൾ അപ്പോഴേക്കും നിന്റെ മോളുടെ സ്വഭാവമൊക്കെ ശരിക്കും മനസ്സിലാവും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലായല്ലോ നിന്റെ മോൾക്ക് മുഴുത്ത ഭ്രാന്താണെന്ന്. ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമല്ലേ? ഞങ്ങൾക്കല്ല മുഴുത്ത ഭ്രാന്ത്, ഇവിടെയുള്ളവർക്കാ മുഴുത്ത ഭ്രാന്ത്. ഇവിടെയുള്ളവർക്ക് മാത്രം, പ്രത്യേകിച്ച് ഈ സാറിനാ മുഴുത്ത ഭ്രാന്ത്. ബന്ധം അവസാനിപ്പിക്കാതെ വേറൊരു ബന്ധത്തിന് ഒരുങ്ങിയിരിക്കുന്നു എന്നും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശന് കലി വരിക. മുത്തശ്ശൻ ചോട്ടി വന്നിട്ട് ഇവൻ്റെ കാരണം നോക്കി പട്ടക്കെന്നും പറഞ്ഞ് ഒറ്റ അടി. അപ്പോൾ വേണുവാണെങ്കിൽ കവളും പൊത്തി പിടിച്ച് നിൽക്കുകയാണ് കടക്കട പുറത്ത്. ഇവിടെ എന്ത് വേണം എങ്ങനെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം, അല്ലാതെ നിങ്ങളിൽ കയറി ഇടപെടേണ്ട ആവശ്യമില്ല. അപ്പോൾ അമ്മ പറയാ, ഇതെന്തൊരു ഇതാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളുടെ ജീവിതമല്ലേ നോക്കേണ്ടത്, മോളെ ഇതിൽ ഡിവോഴ്സ് ആവാതെ നിങ്ങൾ തന്നെ ഈ കല്യാണം നടത്താനായിട്ട് പോകുന്നത്? അപ്പോഴേക്കും അനാമിക, അതെ എൻ്റെ ഭർത്താവ് വേറൊരു കല്യാണം കഴിക്കാനായിട്ട് പോകുന്നു, അതും എന്നെ ഡിവോഴ്സ് ചെയ്യാതെയാണ് എൻ്റെ ഭർത്താവ് വേറൊരു കല്യാണം കഴിക്കാൻ പോകുന്നത്. ഇതിന് ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. നിന്റെയൊക്കെ സമ്മതം ആർക്ക് വേണം? കടന്നു പോ. നിയമം നിയമത്തിൻ്റെ വഴിയായിട്ട് തന്നെ നടക്കട്ടെ സാറേ. ഈ നിശ്ചയം നടക്കാനായിട്ട് പോകുന്നില്ല സാറേ എന്നും പറഞ്ഞോണ്ട് നിൽക്കുമ്പോൾ ഇവരെ പിടിച്ച് പുറത്താക്ക്. അങ്ങനെ ദാ വരുന്നടാ നമ്മുടെ നന്ദു പോലീസ് ജീപ്പിൽ അവിടെ അനന്തപുരിയിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. ഇത് കണ്ട അനി സന്തോഷത്തിൽ മതിമറന്നൊരവസ്ഥയിലും ഇനി നാളെ സംഭവിക്കാൻ പോകുന്നത് അടിപൊളി രംഗം തന്നെയായിരിക്കും. ആ അടിപൊളി രംഗത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.